എൻ്റെ പേര് വിക്ടോറി. ഞാൻ തിരുവനന്തപുരത്തിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ബ്രദറിൻ്റെ ഭാര്യ സരോജം. എൻ്റെ ബ്രദറിന് 4 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവും, പ്രഗ്നൻ്റ് ആവും, ഒരു 1.5 മാസം 2 മാസം ആകുമ്പോഴത്തേനും അബോർട്ടായി പോവും. അങ്ങനെ 2 കുഞ്ഞുങ്ങളാണ് അബോർട്ടിനായി പോയത്. പിന്നീട് ചികിത്സിച്ചിട്ടൊന്നും കുഞ്ഞിനെ കിട്ടിയില്ല. അതിനുശേഷം അവർ ചികിത്സ എല്ലാം നിർത്തിവെച്ച്, ഇനി അതുകൊണ്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവർ ചികിത്സ എല്ലാം അവർ നിർത്തിവെച്ച്. അപ്പോൾ ഞാനിവിടെ 2019 ഏപ്രിൽ മാസം ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എൻ്റെ ഫസ്റ്റ് നിയോഗമായിട്ട് ഞാൻ വച്ചത് ഇവർക്കൊരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയി അടുത്ത മാസമായപ്പോൾ എൻ്റെ സഹോദരി പ്രഗ്നൻ്റായി. ആ കുഞ്ഞാണിത്. ആരോഗ്യകരമായ ഒരു ആൺകുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അത് ഇത്രയും വർഷമായി ഞാൻ വന്ന് സാക്ഷ്യം പറയാത്തതിൽ അമ്മ എന്നോട് ക്ഷമിക്കണം. അതുകൂടാതെ എനിക്ക് 1.5 വർഷമായി പീരീഡ്സ് വരൂലായിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഒരു ഫലവും ഉണ്ടായില്ല. ഒരു ദിവസം ഞാൻ ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, രാവിലെ 5:30 പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. അന്നൊരു ബുധനാഴ്ചയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, അടുത്ത ബുധനാഴ്ച എനിക്ക് പീരീഡ്സ് ഉണ്ടായിരിക്കണം. വയറെല്ലാം നീരിട്ട് ഭയങ്കര പെയിനായിരുന്നു എനിക്ക്. അപ്പോൾ അടുത്ത ബുധനായപ്പോൾ എനിക്ക് കറക്റ്റായിട്ട്, ഞാൻ ആ ഒരു ബുധൻ്റെ കാര്യമേ പറഞ്ഞുള്ളൂ, ഞാൻ കറക്റ്റായിട്ട് എനിക്ക് പീരീഡ്സ് വന്നു. അതുകൂടാതെ എൻ്റെ മകൾക്ക് 5 വർഷമായിട്ട് അലർജി രോഗമാണ്. കുറേ ഹോസ്പിറ്റലിൽ ഞാൻ മാറി കാണിച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എന്താണെന്നൊന്നും അറിഞ്ഞില്ല. അവർ പറഞ്ഞ ഇൻഫെക്ഷനുണ്ട്. ഉള്ള മരുന്നെല്ലാം കഴിച്ചിട്ടും ഒരു കുറവുമില്ല. അവസാനം ഞാൻ എന്ത് ചെയ്തു, ഉപ്പും തേനും അവൾക്ക് കൊടുക്കുകയും കുളിക്കുന്ന വെള്ളത്തിൽ നമ്മുടെ ഉപ്പിട്ട് ഞാൻ കുളിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇപ്പോൾ അലർജി രോഗം മുഴുവനായിട്ടും മാറി. അതുകൂടാതെ എനിക്ക് പ്ലാസൻ്റെ 3ാമത്തെ കുഞ്ഞിനെ വിശേഷമായിട്ടിരിക്കുമ്പോൾ പ്ലാസൻ്റെ താഴെയായിരുന്നു. കുഞ്ഞിനെ അബോർഷനാക്കി കളയാനാണ് അവർ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു എന്ത് വന്നാലും സഹിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും മാതാവിൻ്റെ തൈലം എടുത്ത് വയറിൽ പൂശിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ 7ാം മാസം ഞാൻ സ്കാനിങ്ങിന് പോയപ്പോഴത്തേനും ഒരു കുഴപ്പമില്ല, കുഞ്ഞ് നേരെയായി. എനിക്ക് സുഖപ്രസവം നൽകി മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ വൃദ്ധസദനങ്ങളിൽ പോയിട്ട് ഞാൻ അവിടുത്തെ അമ്മച്ചിമാരെ കുളിപ്പിക്കും, അവരുടെ തുണികൾ അലക്കി കൊടുക്കുക, അതൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഞാനും അടുത്ത വീട്ടിലെ ചേച്ചിയും കൂടെ ചേർന്നിട്ട് ആഹാരം ഉണ്ടാക്കി ഹോസ്പിറ്റലുകളിലൊക്കെ പോയിട്ട് അവിടെ ആഹാരം കിട്ടാതെ കൂട്ടിരിക്കുന്നവർക്കാണ് കൂടുതൽ ആഹാരം കിട്ടാതെ വരുന്നത്. അവർക്കൊക്കെ ആഹാരം കൊടുക്കുമായിരുന്നു കൊണ്ട്. പിന്നെ അതുകൂടാതെ പത്രം വിതരണം ചെയ്യും. പിന്നെ അതർ സ്റ്റേറ്റിൽ ഞങ്ങൾ പത്രം കൊടുത്തയക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇങ്ങനെയെല്ലാം ചെയ്യുമായിരുന്നു. മുഴുവനായിട്ട് എന്നെ അമ്മ ഒരുപാട്, ഇതും കൂടുതലും ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ നൽകി അനുഗ്രഹിച്ചതിന് ഞാൻ എൻ്റെ അമ്മയ്ക്കും ഉണ്ണീശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എനിക്ക് പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുമ്പോൾ ആത്മീയമായിട്ട് ആദ്യം അത്ര ഒന്നുമില്ലായിരുന്നു. ഞാൻ അധികം പ്രാർത്ഥിക്കത്തൊന്നുമില്ല. ഒരു നേരം സന്ധ്യാപ്രാർത്ഥന ചൊല്ലും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല. ഇപ്പം ഞാൻ എപ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോഴെല്ലാം ഞാൻ ജപമാല പഠിക്കും. വെറുതെ അങ്ങനെ TV കാണുന്ന അതിനോടല്ല എനിക്കിപ്പോൾ താല്പര്യം. ഞാൻ ജപമാല ചൊല്ലും, കരുണക്കൊന്ത ചൊല്ലും, അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ മക്കളും കൂടുതൽ ആത്മീയതയിലോട്ട് വളർന്ന് അവർക്കും എപ്പോഴിപ്പോൾ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതാണ് അവർക്കിഷ്ടം. ഞാൻ കേട്ട് അവർക്ക് ഇപ്പോൾ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുന്നത് അവർക്കും ഇഷ്ടമാണ്. പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 15 നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ആത്മീയ ജീവിതത്തിൽ ഓരോ കുടുംബവും എങ്ങനെയാണ് ദൈവത്തോടൊത്തുള്ള തങ്ങളുടെ സഹവാസം, അവരുടെ ജീവിതത്തിൽ ഇന്ന് അവർക്ക് എത്രമാത്രം ശക്തമാണ്, പ്രാർത്ഥനയിലൂടെ തങ്ങൾക്ക് വരുന്ന മാറ്റം അത് തങ്ങളുടെ കുടുംബത്തെ മൊത്തമായിട്ട് മാറ്റുകയാണ്. കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃക കൊടുക്കുവാനായിട്ട് മാതാപിതാക്കൾക്കാകുന്നു. അങ്ങനെ പിന്നീട് തങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ അതെല്ലാം പിന്നീട് എങ്ങനെയാണ് കൃപകളായി ഓരോ മക്കൾക്ക് ലഭിക്കുന്നത്. നമുക്ക് തന്നെ വരുന്ന മാറ്റങ്ങളാണ് ഈ കൃപകളായിട്ട് ലഭിക്കുക. അല്ലാതെ ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും നടന്നിട്ടല്ല. വ്യക്തികൾ അവരിലെ വിശുദ്ധീകരണം വരുത്തുമ്പോൾ ആ വ്യക്തിത്വ വിശുദ്ധീകരണത്തെ ദൈവം ഏറ്റെടുക്കുകയാണ്. അതാണ് കൃപയായിട്ട് പിന്നീട് നാം തന്നെ കൃപാപാത്രങ്ങളായി മാറുന്നു. അങ്ങനെ
നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധരായിരിക്കുവിൻ. ഈ തിരുവചന പ്രകാരമുള്ള ജീവിതമാണ് വ്യക്തികളെ മാറ്റുന്നത്. തൻ്റെ ആങ്ങളയ്ക്ക് ഒരു കുഞ്ഞുണ്ടായതും അതുപോലെ തനിക്കും തൻ്റെ മക്കൾക്കുമൊക്കെ കിട്ടിയ രോഗസൗഖ്യങ്ങൾ അതൊക്കെയാണ് ഇവിടെ ഈ മകൾ പങ്കുവെച്ചത്. എല്ലാ രീതിയിലും തങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം വന്നു. കാരുണ്യ പ്രവർത്തനങ്ങൾ, എന്തുകൊണ്ടാണ് ഈ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ ഓരോരുത്തരും പറയേണ്ടി വരുന്നത്? ഇതൊക്കെ ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ? ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, ഇതൊക്കെ 2 ചിറകുകളാണ്. അതായത് ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന 2 ചിറകുകൾ. ഈ ചിറകുകളിലൂടെയാണ് ഉടമ്പടി പറക്കുന്നത്. അങ്ങനെയാണ് ഇന്ന് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിച്ച് നമുക്ക് ഉടമ്പടിയുടെ അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുവാൻ നമ്മളെ യോഗ്യരാക്കുന്നത്. അതുകൊണ്ടാണ് നാം തന്നെയാണ് മാറുന്നതെന്ന് പറയുക. ഇവിടെ അല്ലാതെ വേറെ ഒന്നും നടക്കുന്നില്ല. നാം മാറിയിട്ട് നമ്മുടെ ജീവിതത്തിൽ അമ്മ പ്രവർത്തിക്കുന്ന, അതായത് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന ഉടമ്പടി വചനം അത് ഓരോരുത്തരും ഹൃദിസ്ഥമാക്കുകയാണ്, ഏറ്റെടുക്കുകയാണ്. നാം ഒത്തിരിയേറെ വചനങ്ങൾ എഴുതി അത് 2000 3000 പ്രാവശ്യമൊന്നും എഴുതുന്നതിലല്ല, നാം വചനം ജീവിക്കുന്നതിലാണ് പ്രാധാന്യം. അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഉടമ്പടി വാഹകരായിട്ട് ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.